Hi friends, I am architect Praseetha. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് വീട് പണിയുന്നതിന് മുൻപായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതായിരുന്നു. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലാണ്. ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പ്ലോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 15 സെന്റ് പ്ലോട്ടാണ്. നോർത്ത് ഓറിയന്റഡ് ആയിട്ടാണ് ഈ ഒരു പ്ലോട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ എല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു റോഡ് സൗകര്യമുണ്ട്. അതേപോലെ തന്നെ മെറ്റീരിയൽ സ്റ്റോറേജ് ചെയ്യാനുള്ള സൗകര്യമാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ മെറ്റീരിയൽ സ്റ്റോറേജ് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഈ ഒരു പ്ലോട്ടിലുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമുക്ക് ബേസിക് ആയിട്ട് ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് വേണ്ടത് വെള്ളം വേണം, EB വേണം, അതേപോലെ തന്നെ ഒരു സ്റ്റോർ റൂം സൗകര്യം വേണം. നമ്മുടെ അതായത് സിമെന്റ്, പ്ലംബിംഗ് ഐറ്റംസ്, ഇലക്ട്രിക്കൽ ഐറ്റംസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോർ റൂം ഫെസിലിറ്റീസ് അവൈലബിൾ ആക്കണം. ഈ ഒരു പ്ലോട്ടിന്റെ ഈ ഒരു കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിലോട്ട് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് കണ്ടംപററി സ്റ്റൈൽ ഓഫ് ഡിസൈൻ ആണ്. 2 ഫ്ലോറിലാണ് ഈ ഒരു വീട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് 1800 സ്ക്വയർ ഫീറ്റ്, ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് 1200 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 3000 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, അതേപോലെ തന്നെ സിറ്റ് ഔട്ട് വരുന്നുണ്ട്, ലിവിംഗ് ഏരിയ, പൂജ റൂം വരുന്നുണ്ട്, കിച്ചൺ, വർക്ക് ഏരിയ, പേഷ്യോ, ഇതെല്ലാം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, ഒരു അപ്പർ ലിവിംഗ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കൺസ്ട്രക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓവറോൾ ഒരു 90% RR ഫൗണ്ടേഷൻ, അതായത് കരിങ്കല്ല് കൊണ്ടാണ് തറ കെട്ടിയിരിക്കുന്നത്. RR ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു RR ഫൗണ്ടേഷൻ ചൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മുടെ ക്ലയൻറ്റ് ടേസ്റ്റ്, പ്രിഫറൻസ്, ബഡ്ജറ്റ് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തു. അതേപോലെ തന്നെ സോയിൽ ടെസ്റ്റും ചെയ്തു. സോയിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, റെഡ് സോയിലാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ റെഡ് സോയിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉള്ള സോയിലാണ്. അപ്പോൾ അതുകൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു RR ഫൗണ്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡിസൈനിൻ്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടും ഒരു സ്ട്രക്ചർ സ്റ്റെബിലിറ്റിക്കും വേണ്ടിയിട്ടാണ് കാർ പോർച്ച് വരുന്ന ഏരിയയിൽ നമ്മൾ കോളം കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് വരുന്ന ഏരിയയിൽ കോളം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ വരുന്നുണ്ട്, ആ സ്ഥലത്ത് നമ്മൾ കോളം കൊടുത്തിട്ടുണ്ട്. മൊത്തം 7 കോളമാണ് ഈ ഒരു വീടിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ ഒരു ഡിസൈൻ അനുസരിച്ചിട്ട് നമുക്ക് 1.5 മീറ്റർ ഡെപ്തിലാണ് ഈ ഒരു ഫൂട്ടിംഗ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ കമ്പി എന്ന് പറയുന്നത് 16 mm കമ്പിയാണ്. 4 കമ്പിയാണ് അങ്ങനത്തെ കൊടുത്തിരിക്കുന്നത്. 8 mm സ്ട്രിപ്പായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു RR ഫൗണ്ടേഷനിലോട്ട് കിടക്കാം. RR ഫൗണ്ടേഷൻ അഥവാ കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷൻസ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസിലോട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് 1.5 മീറ്ററിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു RR ഫൗണ്ടേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ മേലത്തെ ഈ ഒരു ഫൗണ്ടേഷൻ മാത്രമാണ് കാണാൻ പറ്റുന്നത്, ബാലൻസ് ഉള്ളതെല്ലാം മണ്ണിൻ്റെ അടിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു RR ഫൗണ്ടേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും പാക്ക്ഡ് ആയിട്ട് കൊടുക്കാൻ നോക്കണം. അപ്പോൾ എന്ത് കാര്യം കൊണ്ടാണ് പാക്ക്ഡ് ആയിട്ട് കൊടുക്കേണ്ടതെന്നായിരിക്കും അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. കാരണം നമ്മൾ ഈ തറ കലക്കുന്ന സമയത്ത് ഈ മണ്ണെല്ലാം നമ്മൾ നന്നായിട്ട് വെള്ളമൊഴിച്ച് കലക്കുന്ന സമയത്ത് ഇവിടെയുള്ള മണ്ണ് കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു പാക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഇവിടെയുള്ള ഒരു തറയുടെ സ്റ്റെബിലിറ്റി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ഈ വരുന്ന മണ്ണ് നടക്കുന്ന സമയത്തെല്ലാം ഈ മണ്ണ് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഈ ഒരു ഫൗണ്ടേഷന് കറക്റ്റായിട്ടുള്ളൊരു സ്ട്രെങ്ത് കിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു ഫൗണ്ടേഷൻ RR ഫൗണ്ടേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലാവണം പ്ലാൻ ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് 2 സൈഡും പാക്ക്ഡ് ആയിട്ട് വേണം പ്ലാൻ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് റെഡ് സോയിൽ, ഇവിടുന്ന് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള റെഡ് സോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഇനി പ്ലിന്തിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു തറയിലിട്ട് തറ കറക്റ്റായിട്ട് കലക്കാൻ. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പാക്ക്ഡ് അല്ലാത്ത RR എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഒരു പാക്ക്ഡ് അല്ലാത്ത RR ഫൗണ്ടേഷൻ എങ്ങനെയായിരിക്കും? ഇതിപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ഗ്യാപ്പ് ഉണ്ട് ഇതിൽ. നമ്മൾ ഒരു ചെറിയൊരു സാമ്പത്തിക ലാഭം നോക്കിയിട്ട് ഈ ഒരു പ്ലാസ്റ്ററിങ് കാര്യങ്ങളെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ, കറക്റ്റ് പാക്കിംഗ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു തറ കലക്കുന്ന സമയത്ത് ഇവിടുത്തെയുള്ള സോയിൽ അങ്ങോട്ടും പോകും, അവിടുത്തെ സോയിൽ ഇങ്ങോട്ടും വരും. അപ്പോൾ നമ്മൾ തറ കലക്കുന്ന സമയത്ത് ആ ഒരു ഫൗണ്ടേഷനിൽ ചെറിയ അലൈൻമെന്റിൽ വേരിയേഷൻസ് വരും. അതായത് നമ്മൾ പാക്ക്ഡ് ആണെങ്കിൽ പ്രോബ്ലം വരില്ല, പാക്ക്ഡ് അല്ലാതെ അയക്കുന്ന സമയത്ത് ഈ ഒരു കല്ലെല്ലാം ഇളകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ സ്റ്റെബിലിറ്റി കുറയും. അപ്പോൾ അതില്ലാതെ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു കോളം മാത്രമാണ് നമ്മുടെ ഈ ഒരു 7 കോളം ഡിസൈൻ ചെയ്തതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ഡബിൾ ഹൈറ്റ് ഏരിയയാണ്.
അതാണ് ഇവിടുത്തെ പൂജാ റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയയിൽ വരുമ്പോൾ കോളത്തിന് എപ്പോഴും നമ്മൾ കുറച്ചുകൂടി സ്ട്രെങ്ത് കൊടുക്കണം. നമുക്ക് ഇവിടെ കാണാൻ കഴിയും 6 റോഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എല്ലാം 16 mm റോഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഡബിൾ ഹൈറ്റ് വരുന്ന ഏരിയയിൽ ആ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോളം ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 240 × 400 mm മെഷർമെൻറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഒരു പ്ലിന്ത് ബീമിന്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് ഒരു 40% പ്ലിന്ത് ബീമിന്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. പ്ലിന്ത് ബീം നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 35 cm ഡെപ്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 6 കമ്പിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ട് 16 mm തന്നെയാണ് വരുന്നത്. 8 mm കമ്പി സ്ട്രിപ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 15 cm ആണ്. അപ്പോൾ എന്ത് കാര്യം കൊണ്ടാണ് ഈ പ്ലിന്ത് ബീം കൊടുക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവും. പ്ലിന്ത് ബീം കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു സൂപ്പർ സ്ട്രക്ചറിന്റെ ലോഡ് വരുന്നുണ്ട്. ആ ലോഡ് കറക്റ്റ് നമ്മുടെ ഭൂമിയിലോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലിന്ത് ബീം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പ്ലിന്ത് ബീമിലാണ് ആ ലോഡ് വന്ന് സ്റ്റേബിൾ ആവുക. അതെന്നാണ് നമുക്ക് ഈ ഒരു ആറാറിലോട്ട് പാസ് ചെയ്യുക. അങ്ങനെയാണ് അത് ഭൂമിയിലോട്ട് കറക്റ്റ് ഡിവൈഡ് ആയിട്ട് പോകുന്നത്. അപ്പോൾ പ്ലിന്ത് ബീം കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു സ്ട്രക്ചറിന് എപ്പോഴും സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്ന പ്ലിന്ത് ബീമിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 45 cm ആണ്. നമ്മൾ ചെയ്തിരിക്കുന്നത് 35 cm ചെയ്തിരിക്കുന്നത്. അതിന്റെ കോൺക്രീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വേണം 10 cm ബ്രിക്ക് വർക്ക് ചെയ്തിട്ടാണ് നമ്മളൊരു സോയിലെല്ലാം ഫില്ല് ചെയ്യുള്ളൂ. സോയിൽ ഫില്ല് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെയിനായിട്ട് തറ കലക്കുക എന്ന് പറഞ്ഞാൽ സോയിൽ ഇപ്പോൾ അവിടുത്തെ വേസ്റ്റ് എല്ലാം മാറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലിന്ത് ബീം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് ബ്രിക്ക് വർക്കും ചെയ്തതിന് ശേഷമാണ് തറ കലക്കുള്ളൂ. തറ കലക്കി നമ്മൾ ഓരോ സൈഡും നന്നായിട്ട് കുഴി ഉണ്ടാക്കി അതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് തറ കലക്കുന്നത്. അപ്പോൾ തറ കലക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരാം. നെക്സ്റ്റ് നമുക്ക് മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ സെറ്റ് ബാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 15 സെന്റ് ചതുരാകൃതിയിൽ വരുന്ന ഒരു പ്ലോട്ടാണ്. 3000 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയില്ല, അത്യാവശ്യം വലിയ ഒരു സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് സ്പേസ് പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമാണ് 4 സൈഡിലും നമുക്ക് സെറ്റ് ബാക്ക് കിട്ടുള്ളൂ. ഈ സെറ്റ് ബാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെന്താണെന്നുള്ളതും പറഞ്ഞു തരാം. ഇത് ക്ലയൻറ്റിൻ്റെ കോമ്പൗണ്ട് വാളാണ്. ക്ലയൻറ്റിൻ്റെ കോമ്പൗണ്ട് വാൾ ആയത് കാരണം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട് സൈഡിൽ നിന്ന് എടുക്കാം മെഷർമെൻറ്റ്. ഈ ഒരു ഔട്ട് സൈഡിൽ നിന്ന് തൊട്ടിട്ട് നമ്മുടെ വാളിൻ്റെ ഔട്ട് സൈഡ് വരെയാണ് മെഷർമെൻറ്റ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ വരുന്ന മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1.5 മീറ്റർ ഒരു മെഷർമെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പഞ്ചായത്ത് ഏരിയ ആയത് കാരണം കൊണ്ട് 1 മീറ്റർ മെഷർമെൻറ്റ് നമുക്ക് ധാരാളം മതി സെറ്റ് പാക്കിന്. അപ്പോൾ 2 സൈഡിൽ നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് പാക്ക് കിട്ടുന്നുണ്ട്. ബാക്ക് യാർഡിന് ഏകദേശം 6.5 മീറ്റർ സെറ്റ് പാക്ക് നമുക്ക് വരുന്നുണ്ട്. അതായത് ഒരുപാട് നമുക്ക് 3 മീറ്റർ മതി, നമുക്ക് 6.5 മീറ്റർ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് മെറ്റീരിയൽ സ്റ്റോറേജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ, അത് അടിക്കാനുള്ള റോഡ് ഉണ്ടോ, അതേപോലെ തന്നെ ഇതിൻ്റെ സെറ്റ് പാക്ക് എങ്ങനെയാണ് വരുന്നത്, നമ്മൾ ചെയ്യുന്ന RR ഫൗണ്ടേഷൻ ഏത് രീതിയിലാണ് ചെയ്യുന്നത്, അത് കറക്റ്റായിട്ട് പാക്ക്ഡ് ആണോ, അതേപോലെ തന്നെ ഐസൊലേറ്റഡ് ഫൂട്ടിങ് കൊടുക്കുമ്പോൾ ഏത് തരത്തിലാണ് ചെയ്യേണ്ടത്, എത്ര ഡെപ്തിലാണ് ചെയ്യേണ്ടതെന്നുള്ള കണ്ടു. മെയിനായിട്ട് ഞാനൊരു ഫോർഗറ്റ് ചെയ്ത കാര്യം, ഐസൊലേറ്റഡ് ഫൂട്ടിങ് നമ്മൾ മിക്സിംഗ് റേഷ്യോ എന്ന് പറയുന്നത് M20 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ധാരാളം മതി നമ്മുടെ സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റിക്കും അതേപോലെ തന്നെ ഡിസൈൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു M20 കോൺക്രീറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ ക്വറീസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത എപ്പിസോഡുമായിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു സോ മച്ച്.